പ്രിയമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം. ഏറെ സന്തോഷത്തോട് കൂടിയിട്ടാണ് ഇപ്പോൾ ഞങ്ങളെല്ലാവരും നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വരുന്നത്. ഞാൻ ഇതിനു മുന്നേ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് പഴയന്നൂർ ഗ്രാമപഞ്ചായത്തിൽ 1-ാം വാർഡിൽ വടക്കേത്തറ താമസിക്കുന്ന രാജകുമാരേട്ടൻ്റെ ഒരു ചികിത്സാ സഹായത്തിനും ഇവരിയ്ക്കുന്ന വീട് ജപ്തിയുമായിട്ട് കഴിഞ്ഞൊരു 3 ആഴ്ച മുന്നേ ഞങ്ങളെല്ലാവരും കൂടി ഒരു വീഡിയോ ചെയ്തിരുന്നു. ആ വീഡിയോയിൽ നിങ്ങളെല്ലാവരുടെയും സഹായത്താൽ ഇതുവരെ 2,45,519 രൂപ മൊത്തമായിട്ട് കിട്ടിയിട്ടുണ്ട്. ആ കാര്യങ്ങൾ നിങ്ങളോട് വ്യക്തമായി പറയാനും അതേപോലെ തന്നെ ആളുടെ ചികിത്സ എന്ന് പറയുന്നത് ആളുടെ തലച്ചോറിൽ അണുബാധ സംബന്ധിച്ച് ഒരു സർജറി കാര്യങ്ങൾ എമർജൻസി ആയിട്ട് പറഞ്ഞിരുന്നു. അതേപോലെ തന്നെ ചേലക്കര ഭൂപണയ ബാങ്കിലായിരുന്നു ഇവരുടെ വീടിൻ്റെ ആധാരം ഇരുന്നുണ്ടായിരുന്നത്. അത് ജപ്തിയായിട്ട് നിൽക്കുകയായിരുന്നു. അപ്പോൾ ആ ഒരു കാര്യം കൊണ്ടാണ് ഈ കുടുംബം അത്രയും നിവൃത്തികേട് കൊണ്ടാണ് ഞങ്ങളൊക്കെ മുമ്പിൽ സമീപിച്ചത്. അത് പ്രകാരം നമ്മൾ ഇവരുടെ ജപ്തിയായിട്ടുണ്ടായിരുന്ന ആ വീടിൻ്റെ ആധാരം ചേലക്കര ഭൂപണയ ബാങ്കിലായിരുന്നു. അത് നമ്മൾ എടുത്തു കൊടുത്തിട്ടുണ്ട്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു 1.5 ലക്ഷം രൂപയുടെ അടുത്തായിരുന്നു എമൗണ്ട് ആയിട്ടുണ്ടായിരുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ചേലക്കര MLA പ്രദീപേട്ടനെ സമീപിച്ചപ്പോൾ ക്യാമ്പ് ഓഫീസിൽ നിന്ന് തന്നെ നാരായണേട്ടനും എല്ലാവരും കൂടിയിട്ട് ഒരു ലെറ്റർ തരികയും ഞങ്ങളത് കൃത്യമായിട്ട് തന്നെ ഞാനും ഇവരുടെ 1-ാം വാർഡ് മെമ്പർ ഗീത ചേച്ചിയും അതേപോലെ പ്രസിഡൻറ്റും എല്ലാവരും കൂടി ഞങ്ങൾ ബാങ്കിൽ പോയി അത് ഏൽപ്പിച്ച് അവരെ കൊണ്ട് പറ്റാവുന്ന രീതിക്ക്, അതായത് ഭൂപണയ ബാങ്കിൻ്റെ സെക്രട്ടറി ആണെന്നുണ്ടെങ്കിൽ പോളേട്ടനാണെങ്കിലും ബിന്ദു ചേച്ചി ആണെങ്കിൽ അവിടുത്തെ സ്റ്റാഫുകൾക്കൊക്കെ വ്യക്തമായിട്ടത് മനസ്സിലായി. ഇങ്ങനൊരു അവസ്ഥയിലാണെന്ന് ബോധ്യപ്പെട്ടത് കാരണം കൊണ്ട് 1,18,200 രൂപയ്ക്ക് അവരവരുടെ ഈ കുടുംബത്തിൻ്റെ ആധാരം നമുക്ക് തരികയുണ്ടായി. അത് നമ്മൾ കൃത്യമായിട്ട് തന്നെ ഇവരെ ഏൽപ്പിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഏകദേശം ഒരു 5 ബാങ്ക് അക്കൗണ്ടുകൾ എടുത്തിട്ടുണ്ട് രാജകുമാരൻ്റെയും ഭാര്യയുടെയും പേരിൽ. അതേപോലെ തന്നെ ഇവർക്ക് വേണ്ടിയിട്ട് ഒരു ചികിത്സാ സഹായ കമ്മിറ്റി തന്നെ ഒരു അക്കൗണ്ട് നമ്മൾ രൂപീകരിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ തപസ്യ ക്ലബിൻ്റെയും ഞങ്ങളുടെ അജീഷ് മാഷ് ഉണ്ടായിരുന്നു, അതേപോലെ കേശവേട്ടൻ ഉണ്ടായിരുന്നു, രാജകുമാരേട്ടുണ്ടായി, അങ്ങനെ 3 പേരടങ്ങുന്നൊരു അക്കൗണ്ടായിരുന്നു. ആ അക്കൗണ്ടുകളിലും ടോട്ടലായിട്ട് വന്ന എമൗണ്ടും ഇവരുടെ കയ്യിൽ ഒരു 1,500 രൂപ ഇവിടെ കയ്യിലും കിട്ടിയ എമൗണ്ടും കൂട്ടിയിട്ടാണ് 2,45,519 രൂപ എന്ന് പറയുന്നത്. ഇതിൽ 1,18,200 രൂപ ഇവരുടെ ആധാരത്തിൻ്റെ എമൗണ്ട് കഴിച്ചിട്ട് ബാലൻസ് 1,27,319 രൂപ ഇവിടെ എല്ലാവരുടെയും സാന്നിധ്യത്തിൽ ഞങ്ങൾ പ്രസിഡൻറ്റും എല്ലാവരും കൂടി ഞങ്ങളത് കൈമാറിയിട്ടുണ്ട്. ഈ ഒരു വിവരം എല്ലാവരും അറിയിക്കുകയാണ്. പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ എടുത്തു പറയാനുള്ളത് ഇവരുടെ 1-ാം വാർഡിൻ്റെ മെമ്പർ ഗീത ചേച്ചി, അതേപോലെ തന്നെ ഞങ്ങളുടെ പഞ്ചായത്തിൻ്റെ പ്രസിഡൻറ്റ്, അതേപോലെ തന്നെ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ഒരു കാര്യം നമ്മൾ ആദ്യമായിട്ട് ഈ കുടുംബത്തിനോട് പറഞ്ഞപ്പോൾ ഇവർക്ക് ബാങ്ക് അക്കൗണ്ട് എടുക്കാൻ പോലും നിവൃത്തിയില്ലാത്തൊരു അവസ്ഥയിലായിരുന്നു. ആ സമയത്ത് തപസ്യ ക്ലബിൻ്റെ ഭാരവാഹികളൊക്കെ കൂടിയിട്ട് 10,000 രൂപ തന്നിട്ടാണ് ഇവർക്ക് അക്കൗണ്ട് കാര്യങ്ങളൊക്കെ എടുക്കാനുള്ള സൗകര്യം കാര്യങ്ങളൊക്കെ ചെയ്ത്. ഞങ്ങൾ ആരും മറക്കുന്നില്ല. കാരണം എനിക്ക് എടുത്തു പറയാനുള്ളത്, നമ്മൾ ഈ നാട്ടിൽ ഞങ്ങളുടെ നാട്ടിൽ ഓരോ വീഡിയോ ചെയ്യുമ്പോൾ ഞങ്ങളുടെ നാട്ടിലുള്ള എല്ലാവരുടെയും ഒരു സഹകരണം പ്രത്യേകം പറയുകയാണ്. പ്രത്യേകിച്ച് ഇവിടുത്തെ CPMൻ്റെ ബ്രാഞ്ച് സെക്രട്ടറി ആയിട്ടുള്ള രമേശ് ഏട്ടൻ, അതേപോലെ തന്നെ സുഭാഷ് ഏട്ടൻ, കേശവേട്ടൻ, ഇവിടെ വന്നിട്ടുള്ള എല്ലാവരും, ഞങ്ങളുടെ പഞ്ചായത്തിൻ്റെ പ്രസിഡൻറ്റ്, എല്ലാവരോടും ഇവർക്ക് വേണ്ടി സഹകരിച്ച ഇവരുടെ ഗ്രൂപ്പിലുള്ള ആളുകൾ, ഇവരുടെ SLC ഗ്രൂപ്പിലത്തെ മെമ്പർമാരായിട്ടുള്ള നമ്മുടെ എക്സൈസിലെ പഴയന്നൂർ ഡിവിഷനിലുള്ള വിനോട്ടൻ, അതേപോലെ തന്നെ ജോണിയേട്ടൻ, പിന്നെ ഈ പാറക്കിലുള്ള ഹമീദക്ക, പിന്നെ ഇവരുടെ KSTA എന്ന് പറയുന്ന സംഘടനയുടെ ആളുകൾ, ഇവരുടെ നാട്ടുകാർ, ഇവരുടെ കുടുംബക്കാർ, എല്ലാവരോടും ഹൃദയം നിറഞ്ഞ നന്ദിയും കടപ്പാടൊക്കെ ഈ കുടുംബത്തിന് വേണ്ടി ഞങ്ങൾ എല്ലാവരും കൂടി പറയുകയാണ്. കാരണം നിങ്ങളെല്ലാവരും ചേർത്ത് പിടിച്ചൊരു എമൗണ്ടാണ്. അത് വ്യക്തമായിട്ട് നിങ്ങളുടെ മുമ്പിൽ പറയുന്നത്. ഇനി രാജകുമാരേട്ടൻ്റെ കുടുംബത്തിന് വേണ്ടത് നമ്മുടെയൊക്കെ പ്രാർത്ഥനയാണ്. എല്ലാവരും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. ഇതുപോലുള്ള ഓരോ കുടുംബത്തിൻ്റെ ആവശ്യമായിട്ട് ഞങ്ങൾ വരുമ്പോൾ നിങ്ങളെക്കൊണ്ട് പറ്റുന്ന ഒരു സഹായം, ഷെയർ ആണെങ്കിലും 1 രൂപയാണെങ്കിലും നിങ്ങൾ സഹായിക്കുക. എല്ലാവരോടും ഹൃദയം നിറഞ്ഞ നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് നിർത്തുകയാണ്. ഞാൻ രാജകുമാരനാണ്. എൻ്റെ ധനസഹകരണാർത്ഥം ഒരുപാട് പേര് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവരുണ്ട്. ഇവർക്ക് എല്ലാവർക്കും നന്ദി. അതിലുപരി തപസ്യ ക്ലബ്ബായ നമ്മുടെ അജീഷ് മാഷ് ഉണ്ടല്ലോ, ഇവരോട് തീരാത്ത കടപ്പാട്. പിന്നെ എൻ്റെ KSTA സംഘടന, എൻ്റെ ബന്ധുക്കൾ, എൻ്റെ ഭാര്യ വീട്ടുകാർ, എൻ്റെ വാട്സപ്പ് കൂട്ടായ്മയായ SSC ബാച്ച്, ഇവരോടൊക്കെ എൻ്റെ നാട്ടുകാരോടും തീരാത്ത കടപ്പാട് എനിക്കുണ്ട്. ഇതെന്നെ സഹായിച്ച എൻ്റെ കുടുംബത്തോടൊപ്പം നിന്ന എല്ലാവർക്കും ദൈവത്തിൻ്റെ പേരിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ്. അച്ഛൻ്റെ ചികിത്സാ സഹായത്തിന് വേണ്ടി ഞങ്ങളെ സഹായിച്ച് ഞങ്ങളുടെ കൂടെ നിന്ന് എല്ലാവർക്കും ഒരുപാട് നന്ദി. വീടിൻ്റെ ആധാരം എടുത്തു തന്നതിനും ബാക്കിയുള്ള എമൗണ്ട് അച്ഛൻ്റെ ചികിത്സയ്ക്കായി തന്നതിനും എല്ലാവർക്കും ഒരുപാട് നന്ദി. ഏട്ടൻ്റെ ചികിത്സാ സഹായത്തിന് എല്ലാവരും ഞങ്ങളോട് സഹകരിച്ചു. ഞങ്ങളുടെ ആധാരവും ഏട്ടൻ്റെ ചികിത്സിക്കാനുള്ള എമൗണ്ടും ഞങ്ങൾ എല്ലാവരും സഹകരിച്ച് വന്നു. എല്ലാവർക്കും നന്ദി. എല്ലാവരും കൂടെ ഉണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കഴിഞ്ഞ 3 ആഴ്ച മുന്നേ നമ്മൾ രാജകുമാരേട്ടന് വേണ്ടിയിട്ട് നിങ്ങളുടെ മുന്നിൽ എല്ലാവരും വന്നതാണ്. ഷെജിയർ ഇപ്പോൾ വ്യക്തമായ കാര്യങ്ങളെല്ലാം സംസാരിച്ചു കഴിഞ്ഞു. നമുക്ക് ഒരു കുടുംബത്തിൻ്റെ കണ്ണീരൊപ്പം കഴിയുക എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ തന്നെ ഏറ്റവും വലിയൊരു ഭാഗ്യമായി കരുതുന്നു.
സഹകരിച്ച എല്ലാവർക്കും ഞാൻ ഒറ്റ വാക്കിൽ നന്ദി പറയുകയാണ്. നന്ദിയിൽ ഒതുക്കുന്നതല്ല, എന്നാലും നമ്മുടെ മനസ്സുകൊണ്ടും പ്രാർത്ഥന കൊണ്ടെല്ലാം നന്ദി അർപ്പിക്കുകയാണ്. ഇതിനുവേണ്ടി പ്രയത്നിച്ച എല്ലാ ആളുകൾക്കും, അതുപോലെ നമ്മുടെ സംഘടനകൾ, നമ്മുടെ തപസ്യ ക്ലബ്ബ് അടക്കമുള്ള നമ്മുടെ ആളുകളും CPM-ന്റെ ബ്രാഞ്ച് സെക്രട്ടറി അടക്കമുള്ള ആളുകൾ എല്ലാവരോടും ഒറ്റവാക്കിൽ ഞാൻ നന്ദി പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ആയുരാരോഗ്യ സൗഖ്യത്തിന് വേണ്ടി ഇനി നമ്മളുടെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. ഷജീർ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുകയാണ് നമുക്കിനി അടുത്തൊരു സ്റ്റെപ്പ്. അദ്ദേഹത്തിൻ്റെ ചെറിയൊരു രീതിയിലെങ്കിലും നമുക്ക് കണ്ണീരൊപ്പാൻ കഴിഞ്ഞതിൽ വലിയ സന്തോഷം അർപ്പിക്കുന്നു. ഇതിന് സഹകരിച്ച എല്ലാവർക്കും എൻ്റെയും അതേപോലെ തന്നെ ഗ്രാമപഞ്ചായത്തിൻ്റെ പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലും ഞാൻ നന്ദി അർപ്പിക്കുകയാണ്. ഞാൻ 1ാം വാർഡിലെ മെമ്പറാണ് ഗീത. രാജകുമാരേട്ടന് വേണ്ടി ഇത്രയും എമൗണ്ട് സമാഹരിക്കാൻ കഴിഞ്ഞതിൽ വളരെ നന്ദിയുണ്ട്. അതിനുവേണ്ടി പ്രവർത്തിച്ച എല്ലാവർക്കും, കൂടെ നിന്ന എല്ലാവർക്കും നന്ദി. എല്ലാവർക്കും നമ്മൾ ആദ്യമായിട്ട് ഞാനൊരു നന്ദി പറയുകയാണ്. നമ്മൾ ഏതാണ്ട് 3 ആഴ്ച മുമ്പ് രാജകുമാരേട്ടൻ്റെ ചികിത്സയുടെ ധനശേഖരണാർത്ഥം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുവേണ്ടി എല്ലാവരും അവരാൽ കഴിയാവുന്ന രീതിയിലുള്ള സഹായങ്ങൾ അയച്ചു. അതുകൊണ്ട് രാജകുമാരേട്ടൻ്റെ ഒരു പരിധിവരെയുള്ള ബുദ്ധിമുട്ടുകൾ നമുക്ക് ഒരു സൊല്യൂഷൻ ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാ സഹകരിച്ച മുഴുവൻ ആളുകളോടും നന്ദി പറയുക. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ 2 ആഴ്ച മുമ്പാണ് നമ്മളൊരു വീഡിയോയുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയത്. ഒരു കുടുംബത്തിൻ്റെ, രാജകുമാരേട്ടൻ എന്ന് പറയുന്ന ആളുടെ കുടുംബവുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോ ആണ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരുപാട് പേരുടെ സഹായത്തിൻ്റെ, നിങ്ങളെ കൊണ്ട് കഴിയുന്ന സഹായം കൊണ്ട് ഇപ്പോൾ നമ്മൾ അതിൻ്റെ പരിസമാപ്തിയിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ സഹായിച്ച എല്ലാ സുമനസ്സുകൾക്കും പ്രത്യേകം നന്ദി അറിയിക്കുക. രാജകുമാരന് വേണ്ടിയുള്ള നമ്മളുടെ ഒരു സഹായ അഭ്യർത്ഥനയോട് വളരെ അനുകൂലമായി പ്രതികരിച്ച ഈ നാട്ടിലെ എല്ലാവരോടുമുള്ള ഞങ്ങളുടെ പ്രത്യേകം നന്ദി ഇവിടെ രേഖപ്പെടുത്തുകയാണ്. രാജകുമാരൻ്റെ ഒരു കുടുംബത്തിനാണ് നമുക്ക് രക്ഷപ്പെടുത്താൻ കഴിഞ്ഞിരിക്കുന്നത്. തുടർന്നും ഇത്തരം പ്രവർത്തനങ്ങൾ ആയി ഞങ്ങൾ മുന്നോട്ട് വരും. ഇതിന് മുൻകൈയെടുത്ത ഷജീർ അടക്കമുള്ളവരോടുള്ള നന്ദി കൂടി ഇവിടെ രേഖപ്പെടുത്തുകയാണ്. നമ്മുടെ സുഹൃത്തായ രാജകുമാരന് നിശ്ചിത കുറച്ച് സമയത്തിനുള്ളിൽ ഇത്രയും രൂപ സമാഹരിക്കാൻ തന്ന സഹകരിച്ച എല്ലാ മെമ്പർമാർക്കും ഇതിൽ പങ്കെടുത്തവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു.